വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അത് വളരെ സന്തോഷകരവും ജയത്തിന്റെ ഒരു വാർത്തയാണ്. ലോകത്തിൽ എത്രയൊക്കെ തിന്മ കൂടിയെന്ന് പറഞ്ഞാലും അത് നന്മയെ ജയിക്കില്ല. എത്രയൊക്കെ അധർമ്മികൾ വർദ്ധിച്ചാലും നീതിമാന്മാരെ ജയിക്കൂ. എന്തെല്ലാം അധികാരങ്ങളും വാഴ്ചകളും വന്നാലും അന്തിമ വിജയം ദൈവസഭയ്ക്കാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. അത് നമുക്കറിയാം. ഓരോന്നോരോന്നായി സൃഷ്ടിച്ചു വന്നു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് മനുഷ്യന്റെ കാര്യം നോക്കാം. ആ മനുഷ്യന്റെ അവസ്ഥ നോക്കാം. പാപത്തിൽ വീണ മനുഷ്യൻ, തകർന്ന മനുഷ്യൻ, പരാജയപ്പെട്ട മനുഷ്യൻ, കടബാധിത വന്ന മനുഷ്യൻ, ബന്ധുക്കളാൽ തിരസ്കരിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് പാഴായ മനുഷ്യൻ, ശൂന്യമായ മനുഷ്യൻ. അവനിപ്പോ എന്താണ്? മുകളിൽ ആകാശം, താഴെ ഭൂമി. കാരണമോ? നാട്ടുകാർ പറയും കയ്യിലിരിപ്പാണെന്ന്, പിശാച് പറയും അതിനപ്പുറം. പക്ഷെ ദൈവം പറയില്ല. ദൈവം പറയും കാരണം ഇരുട്ടാണ്. എല്ലാ തിന്മയുടെയും, എല്ലാ പരാജയത്തിന്റെയും, എല്ലാ അധപ്പതനത്തിന്റെയും റൂട്ട് കോസ് നിങ്ങൾ അന്വേഷിച്ച് തരണം. നിങ്ങളുടെ കൊച്ചു പഠിക്കാത്തതിന്റെ, കുടുംബ ബന്ധങ്ങൾ തകർന്നതിന്റെ, സഹോദര ബന്ധം തകർന്നതിന്റെ, അപ്പൻ മകനോടും മകൻ അപ്പനോടും സ്നേഹവും ബന്ധവും നഷ്ടപ്പെട്ടതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടുപിടിക്കാം കാരണം ഇരുട്ടാണ്. ആദിയിൽ അങ്ങനെയായിരുന്നല്ലോ. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ഇരുട്ടിലായ മനുഷ്യൻ, ജോലിയില്ലാത്ത മനുഷ്യൻ, കുടുംബം തകർന്ന മനുഷ്യൻ, വരുമാനമില്ലാത്ത മനുഷ്യൻ, ഭക്ഷണമില്ലാത്ത മനുഷ്യൻ, അവൻ ദൈവസഭയിലേക്ക് വരികയാണ്. അവൻ ദൈവത്തെ വിളിക്കുകയാണ്. ഭക്ഷണമൊക്കെ ദൈവം കൊടുക്കും. പക്ഷെ അവൻ ആഗ്രഹിച്ച പോലെ ഒരു ജോലി ഉടനെ കൊടുക്കുന്നില്ല, കുടുംബം ഉടനെ യഥാസ്ഥാനത്താക്കുന്നില്ല, ഉടനെ ഒരു വരുമാനം കൊടുക്കുന്നില്ല. കൊടുത്താൽ എന്താ? കൊടുത്താൽ വീണ്ടും പഴയ പോലെ ശൂന്യമാക്കിയിട്ട് തിരിച്ചു വരും. അത് വരാതിരിക്കാൻ ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവത്തിൻ്റെക്ക് വരുന്നവനെ വചനം കൊടുത്തു. ഇപ്പോൾ നോക്കിയവന് മിടുക്കനായി. ഇപ്പോൾ അവന് ആരാധനയ്ക്ക് പോകാൻ സമയമുണ്ട്. മുമ്പ് പോകാൻ സമയമില്ല, ബിസിയായിരുന്നു. ഇപ്പൊ ആരാധനയിൽ കൈയടിച്ച് ആരാധിക്കാൻ ഉത്സാഹമുണ്ട്. പാട്ടുകളൊക്കെ കാണാതെ അറിയാം. നൃത്തം ചെയ്ത് ആരാധിക്കാനുള്ളൊരു സ്പിരിറ്റ് അവന് കിട്ടി. പണ്ട് സിനിമയ്ക്കും നാടകത്തിനും ഒക്കെ പോകാൻ ഉത്സാഹം കാണിച്ച മനുഷ്യൻ ഇപ്പൊ പള്ളിയിൽ പോകാൻ ആഗ്രഹം. അവന് മനസ്സിലായി ഈ സിനിമയും നാടകവും കാണുന്ന സമയത്തുള്ള സന്തോഷമുള്ളേ. വല്ലവനും തിന്നുന്നതും വല്ലവനും കുടിക്കുന്നതും വല്ലവനും ഡാൻസ് ചെയ്യുന്നതും കണ്ടിട്ട് അവൻ നായകനും അവൾ നായികയായിട്ടൊക്കെ അഭിനയിക്കുന്നത് ഈ അരിഷ്ടൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോഴോ വീണ്ടും ശൂന്യത വർദ്ധിക്കുകയാണ്. പക്ഷെ സഭയിൽ സ്ഥിതി മാറി. ആരാധനയിൽ ദൈവത്തിന് പ്രാധാന്യം, ഇവനും പ്രാധാന്യം. വചന ശുശ്രൂഷയിലോ മുഴുവൻ പ്രാധാന്യം ഇവന്, ബെനിഫിറ്റ് മുഴുവൻ ഇവന്, മഹത്വം ദൈവത്തിന്. അങ്ങനെ ഇവൻ നായകനായി, ഇവൾ നായികയായി. വിശ്വാസി, നിനക്ക് സഭയിലെ വിലയുള്ളൂ. സഭ ഉപേക്ഷിച്ച് നീ പുറത്തു പോയാൽ നിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നീ പാഴാകശൂന്യമാകും. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ എഴുതി, സഭായോഗങ്ങളെ മുടക്കരുത്. ഇപ്പൊ കാണുന്ന അനുഗ്രഹവും വിടുതലും എല്ലാം വന്നത് സഭയിൽ നിന്നാണ്. സഭായോഗങ്ങൾ, ആരാധനകൾ മുടക്കരുതേ. കൂട്ടായ്മ മുടക്കരുതേ. ഹൃദയത്തിൽ വിശ്വാസികളോട് ഒരു ബന്ധം ആത്മാർത്ഥമായത് സൂക്ഷിക്കണേ. അപ്പൊ നമ്മുടെ കാതലായ വിഷയത്തിലേക്ക് വരാം. ദൈവം വചനം കൊടുക്കുന്നു സഭയിൽ വരുന്നവന്. വചനം വെളിച്ചം കൊണ്ടുവരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുൾ തോൽക്കുന്നു. സഭയിൽ വരുന്നവൻ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുന്നു, ജയാളിയാകുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നഥനയേൽ എന്ന മനുഷ്യനാണ്. അവൻ്റെ അടുക്കൽ ഫിലിപ്പോസ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവെ കണ്ടു, അത് നമ്മുടെ നസ്രത്തിലെ യേശുവാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തു വരേണ്ടത് ബത്ലഹേമിൽ നിന്നല്ലേ. അപ്പോൾ നസ്രത്തിൽ നിന്ന് വരാൻ സാധ്യതയില്ലല്ലോ. ഫിലിപ്പോസ് പറഞ്ഞു, നീ വന്ന് കാണുക. നഥനയേൽ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് യേശു കർത്താവ് പറയുകയാണ്, സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. നഥനയേൽ ചോദിക്കണം, എന്നെ എവിടെ വെച്ചറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിക്കിട കീഴിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈ മനുഷ്യന്റെ പ്രസ്താവന കേട്ടോണം. റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് നിന്നോട് പറകൊണ്ടാണോ നീ വിശ്വസിക്കുന്നേ? നീ ഇതിനേക്കാൾ വലിയത് കാണും. അപ്പൊ അത്തിയുടെ കീഴിൽ എന്തോ സംഭവിച്ചില്ലേ? അത്തി എന്തിനെ കാണിക്കുന്നു? യഹൂദനെ കാണിക്കുന്നു, ന്യായപ്രമാണത്തെ കാണിക്കുന്നു. അപ്പൊ ഈ മനുഷ്യൻ അത്തിയുടെ കീഴിലിരുന്ന്, തോട്ടത്തിലിരുന്ന് വചനം ധ്യാനിക്കുകയായിരുന്നു, പ്രമാണം ധ്യാനിക്കുകയായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ആ മനുഷ്യൻ എന്തോ ഒരു കാര്യം പൊരുൾ തിരിഞ്ഞു കിട്ടി. സങ്കീർത്തനങ്ങൾ പറയുന്നു, കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. അപ്പൊ ഈ മനുഷ്യന് എന്തോ ഒരു ചെറിയ വെളിച്ചം കിട്ടി, ഒരു മിന്നാമിനിങ്ങിന്റെ അത്ര. അത് കിട്ടിയതിന് ശേഷമാണ് ഫിലിപ്പോസ് വന്ന് വിളിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസ് വരുന്നത് തന്നെ ദൈവനിയോഗത്തിലാണ്. ഫിലിപ്പോസ് അവനെ കാണുന്നതിന് മുമ്പേ ദൈവം അവനെ കണ്ടു, ഫിലിപ്പോസിനെ അയച്ചു. അതാ കറക്റ്റ്. ഫിലിപ്പോസ് വന്ന് വിളിക്കുമ്പോൾ നസ്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടും ഈ മനുഷ്യൻ വരാൻ കാരണം ആ വെളിപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെളിച്ചം പ്രകാശിക്കുന്നു എഴുതപ്പെട്ട വചനത്തെ പൊരുളുതിരിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന വെളിച്ചം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റും. അവൻ സത്യ ദൈവത്തെ അറിയും. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഭാരപ്പെടുന്ന സകല വിഷയങ്ങൾക്കും വചന വെളിപ്പാടിലൂടെ നമ്മൾ ധൈര്യപ്പെടുത്തുവാൻ, വെളിച്ചം തരുവാൻ നമ്മുടെ കുടുംബത്തിലെ, വ്യക്തിപരമായ ജീവിതത്തിലെ, ജോലി മണ്ഡലത്തിലെ ഇരുട്ട് മാറ്റുവാൻ വചന വെളിപ്പാടിന് കഴിയും. വിത്തിൻ്റെ ഉപമയിൽ നമുക്കറിയാം, വചനം പൊരുളുതിരിയാത്തത് കൊണ്ടാണ് സാത്താൻ അല്ലെങ്കിൽ പറവ വന്ന് വിത്ത് കൊത്തിക്കൊണ്ടു പോകുന്നത്. പൊരുളുതിരിഞ്ഞാൽ ഒരു സാത്താനും അടുക്കത്തില്ല. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കും, ഇരുളോ അതിനെ കീഴടക്കുകയില്ല. 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴോ വെള്ളത്തെ വീഞ്ഞാക്കുകയാണ് എന്ന് പറഞ്ഞാൽ കാനയിലെ നഥനീയലിനെ അവൻ്റെ നാട്ടിൽ വെച്ച് 3 ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞില്ലേ നീ ഇതിനേക്കാൾ വലിയത് കാണുന്നു, നീ കണ്ടോ? നീ ഒരു വെളിപ്പാടല്ലേ കണ്ടുള്ളൂ. നീ കണ്ട വെളിപ്പാട് പ്രായോഗിക ജീവിതത്തിൽ അപ്ലയാകുന്നത് നീ കണ്ടോ? വചനവും വചനധ്യാനവും വെറുതെ ഒരു തിയറി അല്ലെന്ന്. 8 പശു പുല്ല് തിന്നുകയല്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പ്രായോഗിക ജീവിതത്തിൽ ഒരു മനുഷ്യന് അപ്ലൈ ചെയ്യാം. വചനത്തെ, അതിൻ്റെ വെളിപ്പാടിനെ, അത് ഇവന് കാണിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമാണോ? 2-ാം അധ്യായത്തിൽ ഇരുട്ടെന്താണ് യഥാർത്ഥത്തിൽ? യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് എല്ലാവരും അവനെ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും വിശ്വസിച്ചില്ല, വിശ്വസിച്ചേൽപ്പിച്ചില്ല. കാരണം മനുഷ്യനുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ അവൻ അവരെ വിശ്വസിച്ചില്ല. അപ്പോൾ മനുഷ്യനിലുള്ളത് എന്താണ്? മനുഷ്യനിൽ എന്തോ ഒരു ഇരുട്ടുണ്ട്. 6 കൽഭരണികളിലിരിക്കുന്ന വെള്ളം വീഞ്ഞാക്കി സൃഷ്ടിപ്പിൻ്റെ 6-ാം ദിവസം ഉണ്ടാക്കിയ മനുഷ്യൻ, അവനെ യേശു വിശ്വസിച്ചില്ല എന്ന് പറയുന്നു. 2-ാം അധ്യായത്തിൽ തന്നെ വെള്ളത്തെ വീഞ്ഞാക്കിയതിന് ശേഷം നമ്മൾ കാണുന്നത് മന്ദിരത്തെക്കുറിച്ച് യേശു പറയുന്നതാണ്. ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസത്തിനകം ഞാൻ പണിയും. യഹൂദന്മാർക്ക് മനസ്സിലായില്ല, കാരണം അവരുടെ ഉള്ളിൽ പച്ചവെള്ളമായിരുന്നു. ശിഷ്യന്മാർക്ക് മനസ്സിലായി, അപ്പോഴല്ല, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം. വചനം പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ അവൻ പറഞ്ഞതും തിരുവെഴുത്തും വിശ്വസിച്ചു. കണ്ടോ? എഴുതപ്പെട്ട വചനവും പറയപ്പെട്ട വചനവും അവർ വിശ്വസിച്ചു. അപ്പോൾ എഴുതപ്പെട്ട വചനത്തിൽ ഇരിക്കുന്ന പഴയ മനുഷ്യൻ, അവൻ്റെ അകത്തെ മനുഷ്യൻ എങ്ങനെയാണ്? പച്ചവെള്ളമാണ്. ജീവനില്ല, ചൈതന്യമില്ല. ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവ് വന്നപ്പോൾ, ഉയർത്തെഴുന്നേറ്റവൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റവൻ്റെ വചനം കേട്ടപ്പോൾ അത് വെള്ളം വീഞ്ഞായി. വെളിച്ചം അവൻ്റെ പഴയ മനുഷ്യനിൽ, അകത്തെ മനുഷ്യനിൽ പ്രകാശിച്ചു. ഇരുളോ അതിനെ കീഴടക്കിയില്ല. 3-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ കാണുന്നത് നിക്കോദോമോസ് ആണ്. നിക്കോദോമോസ് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ്, വൃദ്ധനായ മനുഷ്യൻ, പരിജ്ഞാനമുള്ളവൻ, പ്രമാണി. പക്ഷെ രാത്രിയിലാണ് യേശുവിൻ്റെ വരുന്നത്. യേശു അവനോട് പറയുകയാണ് വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദോമോസ് പറയുന്നത്, ഞാൻ പ്രായമായി, ഇനി എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുക സാധ്യമല്ല. അപ്പോൾ യേശു പറയണം, നീ ജഡത്താൽ ജനിച്ച ജഡമാണ്, ആദാമിൽ നിന്നുള്ള ആദാമ്യ കുഞ്ഞാണ് നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അങ്ങനെ ജനിച്ചാൽ എന്ത് പറ്റും? നീ ഇപ്പം ചെയ്തതൊന്നും ചെയ്യല. ഇപ്പം നീ ചെയ്തെന്താ? രാത്രിയിലല്ലേ വന്ന ന്യായവിധി എന്ന് പറയുന്നത്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. നീ ഇപ്പം മനുഷ്യരെ കാണിക്കാൻ, മനുഷ്യരുടെ പ്രസാദം കിട്ടാനല്ലേ നിന്റെ കൂടെയുള്ള ന്യായപ്രമാണജന്മാരെയും സമുദായക്കാരെയും മുഷിപ്പിക്കാതിരിക്കാനല്ലേ രാത്രി വന്നത്. അതുകൊണ്ടല്ലേ ഇരുളിനെ സ്നേഹിച്ചത്. എന്നാൽ സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. ഒരുത്തൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് അവൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ ദൈവസന്നിധിയിൽ യോഗ്യമല്ല. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അംഗീകാരമില്ല. വീണ്ടും ജനിച്ചവൻ അവൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്യും. നിക്കോദോമസിന് വിഷമിക്കാനൊന്നുമില്ല, കർത്താവ് വിഷമിപ്പിച്ചുമില്ല. മറിച്ച് അവൻ്റെ നിയോഗത്തിലേക്ക് വിരൽ ചൂണ്ടി. ഇപ്പോൾ രാത്രി വന്നവൻ യേശു കർത്താവിൻ്റെ ശവസംസ്കാര ദിനത്തിൽ സകല മനുഷ്യരുടെയും വെളിച്ചത്തിൽ പ്രത്യക്ഷനായി. ഇന്നും ലോകമെങ്ങും അവൻ ഇരുട്ടിലല്ല, വെളിച്ചത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കും. തുടർന്ന് യോഹന്നാന്റെ പുസ്തകം നമ്മളങ്ങ് നോക്കിയാൽ 4-ാം അധ്യായത്തിൽ സമരിയക്കാരുടെ ജീവിതത്തിൽ, 5-ാം അധ്യായത്തിൽ കുളക്കരയിൽ കിടന്ന 38 വർഷമായ തളർവാദ രോഗിയിൽ,
6-ാം അധ്യായത്തിൽ അപ്പവർദ്ധനയിൽ, 7-ാം അധ്യായത്തിൽ കൂടാരപ്പെരുന്നാളിൽ, 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കല്ലേറുകൊണ്ട് മരിക്കാൻ യോഗ്യയായ സ്ത്രീയുടെ വിഷയത്തിൽ, 9-ാം അധ്യായത്തിൽ ജന്മനാ കുരുടനായവന്റെ വിഷയത്തിൽ, 10-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ആടുകളുടെ വിഷയത്തിൽ, 11-ാം അധ്യായത്തിൽ ലാസറിന്റെ മരണത്തിൽ, 12-ാം അധ്യായത്തിൽ ലാസറിന്റെ സഹോദരിയായ മറിയയുടെ ആരാധനയിൽ. ഇവിടെയെല്ലാം ഇരുട്ട് തോറ്റു, വെളിച്ചം ജയിച്ചു നിൽക്കുന്നു, ഇനിയും ജയിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇരുട്ടിനൊരിക്കലും വെളിച്ചത്തെ ജയിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അന്തർഭാഗത്തിൽ സത്യമുള്ളവനാണോ? ദാവീദ് പറഞ്ഞു, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വെളിച്ചം, വചനത്തിന്റെ വെളിച്ചം ഒരു മനുഷ്യന്റെ അകത്ത് വന്നാൽ അവൻ സത്യമുള്ളവനായി, അവൻ സഭയുടെ ഭാഗമായി. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭ. നിങ്ങളുടെ അകത്ത് സത്യമുണ്ട്, പുറത്തുള്ള ജനം നിങ്ങളുടെ സത്യം കാണുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് അനുഗ്രഹം. കർത്താവ് മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അധികം കൃപ നൽകട്ടെ, വചന വെളിപ്പാട് നൽകി ഉയർത്തുമാറാകട്ടെ. ജീവിതത്തിലെ സകല മേഖലയിലെയും ഇരുട്ട് മാറ്റി ദൈവം വെളിച്ചത്തിന്റെ സമൃദ്ധി തരട്ടെ. ആമേൻ.